ഹായ് ഫ്രണ്ട്സ്, ബ്രില്യൻ ടി വി നൽകിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇന്ന് നടന്ന പ്രിലിംസ് പരീക്ഷയിൽ നിരവധി ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ കഴിഞ്ഞ ഒരു സെക്ഷന്റെ മുഴുവൻ ഭാഗങ്ങളുടെയും പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ 1-ൽ. അതിന്റെ രണ്ടാം ഭാഗമാണ്. നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ? അവയുടെ തെളിവ് സഹിതമാണ് ആപ്ലിക്കേഷനിലും വാട്സപ്പിലൂടെയുമായി നിരവധി ക്ലാസ്സുകളാണ് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലേക്ക് പോകാം. അതിലൊരു ചോദ്യം ഇതാണ്: ദേശസേവിക സംഘം സ്ഥാപിച്ചതാര് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അക്കമ്മ ചെറിയാനാണ് ശരിയായ ഉത്തരം. അപ്പോൾ അക്കമ്മ ചെറിയാൻ എന്ന ഈ ചോദ്യവും അനുബന്ധ വിവരവും തൊട്ടടുത്ത ദിവസം, ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് നമ്മുടെ ബ്രില്യൻ ടി വി സ്പെഷ്യൽ ഗ്രൂപ്പിൽ, എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഇതിന്റെ ഓഡിയോ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കൊടുത്ത ഒരു സെക്ഷനാണ്. അപ്പൊ നമുക്ക് നോക്കാം. വണ്ടർലൈൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ അതിന്റെ ഓഡിയോ നിങ്ങളും ശ്രദ്ധിച്ചു നോക്കുക. ഡേറ്റ് അടക്കം അതിലുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം: തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ 1938 അക്കാമ ചെറിയാൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ 1938 അക്കാമ ചെറിയാൻ സ്ഥാപിച്ചത് ദേശസേവിക സംഘമാണ്. ഓർത്തിരിക്കണം, ഓക്കെ. അപ്പൊ ദേശസേവിക സംഘമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും കുറെ പോയിന്റുകൾ അക്കാമ ചെറിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പഠിച്ച ഒരാൾക്ക് കൃത്യമായി, എല്ലാ സുഹൃത്തുക്കൾക്കും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളിലാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പഠിച്ചവർക്ക് എല്ലാവർക്കും ആ ആൻസർ ഉറപ്പായും എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: ശ്വാസകോശത്തെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം പ്ലൂറയാണ്. നമുക്കത് ഓൾറെഡി പഠിപ്പിച്ച സെക്ഷനിലുള്ളതാണ്. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഉണ്ടോന്ന്. പ്ലൂറ. ഓക്കെ. പ്ലൂറയുമായി ബന്ധപ്പെട്ട് ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം പ്ലൂറ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ സിലബസ് CRT സെക്ഷനിലുള്ളതാണ് നമ്മൾ കൊടുത്തത്. അതുപോലെ അതിനോടനുബന്ധമായ ഒരു പോയിന്റ് കൂടി പഠിച്ചു വെക്കുക. ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും ശ്വാസകോശവും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ദ്രവം ഏതെന്ന് ചോദിച്ചാൽ പ്ലൂറ ദ്രവമാണ്. ഇത് വരും പരീക്ഷയിൽ സാധ്യതയുള്ള ചോദ്യമാണ്. ഇതും കൂടി അറിഞ്ഞു വെക്കുക. ഇതൊക്കെ നമ്മൾ സ്കൂൾ സിലബസിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇത് പഠിച്ച ഒരാൾക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം: ലോക ഹീമോഫീലിയ ദിനം എന്നാണ് അടുത്ത ചോദ്യം. നമുക്ക് നോക്കാം. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഉത്തരം നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് ഈ സെർച്ചിങ് ഓപ്ഷൻ വെച്ചത് തന്നെയെന്ന് വെച്ചാൽ എല്ലാ സുഹൃത്തുക്കൾക്കും എപ്പോൾ വേണമെങ്കിലും അത് എക്സാം എഴുതി എക്സാം ആണെന്ന് പുറത്ത് വന്നാൽ നേരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അതിന്റെ തൊട്ട് താഴെ ലോക ഹീമോഫീലിയ ദിനം April 17. ഓക്കെ. അപ്പോൾ April 17 എന്നുള്ള ഈ ഉത്തരം കൃത്യമായി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ച മുഴുവൻ ആളുകൾക്കും. ഇത് ഓൾറെഡി ഇതിന്റെ നമ്മൾ നേരിട്ട് പഠിപ്പിച്ച ക്ലാസ്സിൽ നിന്നും തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം: സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ ഹൈപ്പോതലാമസ്, സെറിബെല്ലം, സെറിബ്രം, തലാമസ് ഇവയെല്ലാം ഉണ്ട്. നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. ഓക്കെ. അത് സെറിബെല്ലമാണ്. സെറിബെല്ലം എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്യാം. നമ്മൾ ഓൾറെഡി സ്കൂൾ സിലബസിന്റെ സെക്ഷൻസ് എടുത്ത സമയത്ത് ഇതൊക്കെ വിശദമായി എടുത്തിട്ടുള്ളതാണ്. സെറിബെല്ലവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെറിബ്രത്തിന്റെ താഴെ പിന്നിലായി 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. SSCRT ചോദ്യ വിഭാഗത്തിൽ നിന്നുമുള്ളതാണ്. 1-2 ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഇനിയും സാധ്യതയുള്ള ചോദ്യമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം, അതും സെറിബെല്ലമാണ്. ഓക്കെ. കഴിഞ്ഞ സെക്ഷനിൽ അനൈച്ഛിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സെറിബെല്ലം ചോദിച്ചു. ഓക്കെ. ശരീരത്തിന്റെ തുല്യനില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനിയും ഈ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യവും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ചോദ്യത്തിന്റെ വേറൊരു രീതിയാണ്. അതായത് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് അനൈച്ഛികമാണെങ്കിൽ ഈ പ്രാവശ്യം ചോദിച്ചത് ഐച്ഛികമാണ്. അത് സെറിബ്രമാണ്. നമ്മൾ ഓൾറെഡി എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. സെറിബ്രം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. ഇതാ, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. SSCRT സെക്ഷനിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ നിരവധി തവണ മത്സര പരീക്ഷയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ചോദ്യമാണ്. നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം D ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്ന് സെർച്ച് ചെയ്യാം.
ഓക്കെ, നമ്മൾ എല്ലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഇതിൽ തന്നെ ആളുകൾക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഓക്കെ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി. അതിൻ്റെ തൊട്ട് മുമ്പിൽ വേറൊരു ചോദ്യം ഇതും കൂടിയുണ്ട്, കാൽസ്യം. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോയി വൈറ്റമിൻ ഡിയുടെ തൊട്ട് പുറകിലായിട്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം ഏത്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ ശ്രദ്ധിക്കുക, അത് കാൽസ്യമാണ്, മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. അതുപോലെ സസ്യങ്ങളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്ന എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം അത് ഫോസ്ഫറസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ച സെക്ഷനാണ്. അപ്പോൾ ഈ ചോദ്യം പഠിപ്പിച്ചവർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത് എന്നായിരുന്നു ചോദ്യം. ഉത്തരം അനുയാത്രയാണ്. ഇതും നമുക്ക് ഓൾറെഡി ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒന്ന് ചെക്ക് ചെയ്യാം. അനുയാത്ര ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കേരള സർക്കാർ 2017 തുടങ്ങിയ പദ്ധതിയാണ് അനുയാത്ര. ഓക്കെ, അപ്പോൾ അവിടെ കൃത്യമായിട്ടുണ്ട് ഭിന്നശേഷിക്കാരുടെ ഒന്ന് ഉള്ളത് കൊണ്ട് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യബോധത്തോടെ ആരംഭിച്ച പദ്ധതി. അപ്പോൾ ഇത് അവിടെ ശരിക്കും ഇത് അറിയാവുന്ന ഒരാൾക്ക് അത് ഏകദേശം ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ചോദിച്ച രീതി ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പഠിച്ചവർക്ക് ഇതിന് ഉത്തരം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഉത്തരവും നമുക്ക് നമ്മൾ പഠിപ്പിച്ച സെക്ഷനിൽ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഹരിതഗ്രഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് എന്നാണ് ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നൈട്രജൻ. ഇതേ ചോദ്യം മുൻപ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് SSCRT-യിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ തന്നെയുണ്ട്. നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഹരിതഗ്രഹം എന്നടിച്ച് ഹരിതഗ്രഹം എന്നടിച്ചാൽ മതി. ഓക്കെ, സെർച്ച് ചെയ്താൽ ഹരിതഗ്രഹ പ്രഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിതഗ്രഹ വാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. SSCRT-യിൽ താഴെ പറയുന്നവയിൽ ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്തത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ. ഓക്കെ, അപ്പൊ ഇവിടെ നൈട്രജൻ ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളോട് ഓപ്ഷൻ നൽകിയിട്ടുള്ളത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ. അതിനകത്ത് ഓക്സിജൻ ഒഴികെ ബാക്കി 3 എണ്ണവും ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആൻസർ എഴുതാം. നൈട്രജൻ അല്ലാത്തതുകൊണ്ട് നൈട്രജൻ ആണ് ഇവിടെ ശരിയായ ഉത്തരമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി ഇത് പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. മറ്റൊരു ചോദ്യം, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആര് എന്നാണ് ചോദ്യം. AKG ആണ് ശരിയായ ഉത്തരം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. AKGയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യനുകൾ, അനുബന്ധ വിവരങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നന്ദനാർ, ഓക്കെ, PC ഗോപാലൻ സെർച്ച് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി AK ഗോപാലൻ. മറ്റെന്തൊക്കെയാണ് നോക്കൂ. AKGയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. ഓക്കെ, വേറെ എന്താണ്? 1937 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചതാര്? AK ഗോപാലൻ. ഓക്കെ, അപ്പൊ ആ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. AKGയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചോളുക. വീണ്ടും AKGയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ചോദിച്ച ഒരു ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടുള്ള ഈ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷയുടെ ഭാഗത്തും ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയും ആ സെയിം വീഡിയോയിൽ നമ്മളിത് പറഞ്ഞിട്ടുള്ള അതേ പോയിന്റ് തന്നെയാണ് വീണ്ടും ഈ പരീക്ഷയിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് കേട്ട ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ ട്രെയിനിങ് സെഷനിലും നിരവധിയാർന്ന ചോദ്യങ്ങളാണ് നമ്മൾ നേരിട്ട് പഠിപ്പിക്കുന്ന സെക്ഷനിൽ നിന്നും അതുപോലെ ആപ്ലിക്കേഷനിലും വന്നിട്ടുള്ളത്. ഇതിന്റെ എല്ലാം കൃത്യമായ തെളിവുകൾ സഹിതമാണ് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ചെയ്യുന്നത്. വെറുതെ ഒരു കുറച്ച് വാക്കുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് പറയല്ല. ഓരോന്നിൻ്റെയും വീഡിയോ ആയിട്ട് നമുക്ക് അതിന്റെ കൃത്യമായ തെളിവുകൾ നൽകുകയാണ്. മാത്രമല്ല, പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. ആർക്ക് വേണമെങ്കിലും എടുത്ത് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ എക്സാമിലും കഴിഞ്ഞ മുമ്പത്തെ എക്സാമിലും വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇതുപോലെ നമ്മൾ കൃത്യമായി പറഞ്ഞു നൽകിയിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോക്കിയാൽ അറിയാം. കഴിഞ്ഞ സെക്ഷനിലൊക്കെ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് 5ഓളം ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം +2 പ്രിലിംസ്, അതുപോലെ 10th പ്രിലിംസ്, +2 10th ഒക്കെ മെയിൻ എക്സാമുകൾ, LDC പോലുള്ള മെയിൻ പരീക്ഷകളുടെ എക്സാം, അതേപോലെ തന്നെ ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സസ്, പ്രിലിംസ് ക്ലാസ്സസുകൾ എല്ലാം തന്നെ വരികയാണ്.
ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് നൽകുന്നുണ്ട്. ഓരോ ആൾക്കും പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവർക്ക് 9995582447 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ആ സെക്ഷനിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിലുകളും എല്ലാം തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു നൽകുന്നതായിരിക്കും. ഈ കുറേ ദിവസങ്ങളായിട്ട് കംപ്ലീറ്റ് ഫ്രീ ആയി തന്നെയായിരുന്നു ക്ലാസ്സുകൾ. കഴിഞ്ഞ 3 മാസവും 5 ദിവസവുമായി പൂർണ്ണമായും സൗജന്യമായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും വന്നിട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണെന്നുള്ളത് കൃത്യമായി കാണിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.